റാഫയിലെ ഇസ്രായേൽ സൈനികർക്ക് നേരെയുള്ള ആക്രമണത്തിന് മറുപടിയായി ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നിരവധി മുതിർന്ന തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹമാസ് നടത്തിയ വെടിനിർത്തൽ ലംഘനത്തെ തുടർന്നാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. വെടിനിർത്തൽ ലംഘനത്തിന് മറുപടിയായി IDF നിരവധി ഭീകരകേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഭീകരരെയും ഭീകര അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഷിൻബെറ്റ്, സൈനിക ഇന്റലിജൻസ് എന്നിവയുമായി സഹകരിച്ച് സത്തേൺ കമാൻഡിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത്. കൊല്ലപ്പെട്ടവരിൽ ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണവുമായി ബന്ധമുള്ള മുതിർന്ന ഭീകര നേതാക്കളും ഉൾപ്പെടുന്നുണ്ടെന്ന് സൈന്യം അറിയിച്ചു. നുക്ബ പ്ലാറ്റൂൺ കമാൻഡറായ മുഹമ്മദ് ഈസയും നുക്ബ സെല്ലിന്റെ തലവനായ ഫവാസ് ഉവൈദയും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 7-ലെ ഭീകരാക്രമണത്തിൽ പ്രധാനമായും ഉൾപ്പെട്ട ഒരു ഹമാസ് എലൈറ്റ് യൂണിറ്റാണ് നുക്ബ. ഗാസ ആസ്ഥാനമായുള്ള ജിഹാദിസ്റ്റ് തീവ്രവാദ സംഘടനയായ മുജാഹിദീൻ ബ്രിഗേഡിലെ പ്രവർത്തകരായ മുഹമ്മദ് അബു ശരിയത്തും നിദാൽ അബു ശരിയത്തും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ഗാസയിൽ നടത്തിയ മറ്റൊരാക്രമണത്തിൽ വടക്കൻ ഖാൻ യൂനിസിലെ നുക്ബ കമാൻഡറായ ഹത്തീം മഹർ മൂസ ഗുദ്രിയെ വധിച്ചതായി IDF അറിയിച്ചു. ഒക്ടോബർ 7-ന് കിബറ്റ്സ് ഐൻ ഹഷ്ലോഷിയിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയയാളാണ് ഗുദ്രിയെന്ന് IDF പറഞ്ഞു. ആക്രമണത്തിൽ 2 ബറ്റാലിയൻ കമാൻഡർമാർ, 2 ഡെപ്യൂട്ടി കമാൻഡർമാർ, 16 കമ്പനി ലെവൽ ഓഫീസർമാർ എന്നിവരുൾപ്പെടെ ഹമാസിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി കമാൻഡ് ലെവൽ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടതായും സൈന്യം അറിയിച്ചു. നിരീക്ഷണ പോസ്റ്റുകൾ, ആയുധ നിർമ്മാണ സൗകര്യങ്ങൾ, റോക്കറ്റ്, മോർട്ടാർ വിക്ഷേപണ സൈറ്റുകൾ, ഭൂഗർഭ തുരങ്കങ്ങൾ എന്നിവയാണ് മറ്റു ലക്ഷ്യങ്ങൾ. അതേസമയം ഹമാസ് ഭീകര സംഘടന കരാർ ലംഘിച്ചതിനു ശേഷം സൈന്യം ഇപ്പോൾ കരാർ വീണ്ടും നടപ്പിലാക്കുകയാണെന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.